പല മേഖലകളിലും പരാജയമുണ്ട്. ഇപ്പോൾ കേരളം ഒരുപാട് വർഷങ്ങളായിട്ട് പല സർക്കാരുകൾ ചെയ്ത നല്ല കാര്യങ്ങളുടെ തുടർച്ച ഒരുപാടുണ്ട്. എല്ലായിടത്തും എല്ലാ കാര്യത്തിലും പരാജയം എന്നല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷേ ചില പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ട മേഖലകളാണ് വിദ്യാഭ്യാസവും ആരോഗ്യമൊക്കെ. അവിടെ നമ്മൾ പ്രതീക്ഷിക്കാത്ത പ്രശ്നങ്ങളുമുണ്ട്, നമ്മുടെ കഴിവുകേടിൻ്റെ പ്രശ്നങ്ങളുമുണ്ട്. അപ്പോൾ ആരോഗ്യരംഗത്തെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ കുട്ടികളുടെ കാര്യം പറഞ്ഞ കണക്കാണ്. ഒരു കുട്ടി 10ാം ക്ലാസ്സിൽ ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ എല്ലാ വിഷയങ്ങളും ഫസ്റ്റ് ആയാൽ ആ 10ാം ക്ലാസ്സിൽ അധ്യാപിക പറയുകയാണ് എൻ്റെ കഴിവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് തന്നെ അപ്പോൾ ഇത് ആരോഗ്യം എന്നപ്പോൾ ഭയങ്കര ഇൻക്ലൂസീവ് ആയിരിക്കണം, എല്ലാവരും കൂടെ ചേർത്തുള്ളതാണ്. ഇതുവരെ എല്ലാവരും ചെയ്ത നല്ല കാര്യത്തിൻ്റെയും കൂടെ നന്മയാണ്. 1ാം ക്ലാസ്സിൽ പഠിപ്പിച്ചോട്ടുള്ള ടീച്ചറിൻ്റെ ഗുണമാണ്, അല്ലെങ്കിൽ വിദ്യാർത്ഥിയുടെ ഗുണമാണ്, രക്ഷകർത്താക്കളുടെ ഗുണം, ഇതെല്ലാം കൂടി ചേർന്നാണ് 10ാം ക്ലാസ്സിൽ ഒരാൾ ഫസ്റ്റ് ആകുന്നത്. അപ്പോൾ അതുവരെ ഉള്ളവരെയും തള്ളിപ്പറയുക എന്നുള്ളത് ആരോഗ്യരംഗം തീർത്തും പാടില്ലാത്തതാണ്. അപ്പോൾ ഒരുപാട് വർഷങ്ങളുടെ പണികൾ അതിൻ്റെ ഫലമാണ് എത്രയെങ്കിലും വർഷം കഴിയുമ്പോൾ കാണുന്നത്. ഇപ്പം നമുക്കിവിടെ ആയുർദൈർഘ്യം കൂടുതലാണ്, ശിശു മരണനിരക്ക് കുറവാണ്, മാതൃമരണനിരക്ക് കുറവാണെന്ന് പറയുന്ന ഒരു മന്ത്രിസഭ കൊണ്ടുണ്ടായതല്ലേ, പതിറ്റാണ്ടുകളുടെ ശ്രമഫലമായിട്ടാണ്. അപ്പോൾ ഇൻക്ലൂസീവ് ആകണം. ഇപ്പോൾ ഒരു ഗവൺമെൻറ് ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ അതെല്ലാവരുടെയും ഗവൺമെൻറ്റാണ്. ഇപ്പോൾ CPM ഗവൺമെൻറ് വരുമ്പോൾ CPM-കാരത് മാത്രമല്ല, ഇത് മന്ത്രിമാർക്കും പലപ്പോഴും അറിയില്ല, CPM-കാർക്കും അറിയില്ല. അപ്പോൾ ബാക്കിയുള്ള മുഴുവൻ ജനങ്ങൾ 10-60% ജനങ്ങളെ അവർ മാറ്റി നിർത്തുകയാണ്. ഇതാണ് ആദ്യത്തെ പരാജയം. അപ്പോൾ വൈദഗ്ധ്യം UDF-ലും അല്ലെങ്കിൽ മറ്റ് പാർട്ടികളിലൊക്കെ ഉണ്ടാവും, LDF-ൽ മാത്രമല്ല. ഇപ്പോൾ എല്ലായിടത്തുള്ള വൈദഗ്ധ്യം എല്ലാ മേഖലയിലും ഉപയോഗിക്കണം. അല്ല ഞങ്ങളുടെ സർക്കാർ ഇനി CPM-കാർ നോക്കിക്കൊള്ളാമെന്ന് പറയുന്നത് പരാജയമാണ്. അതുകൊണ്ടാണ് ആരോഗ്യ മേഖലയ്ക്ക് ഒരുപാട് പ്രശ്നമുള്ളത്. CPM-കാർ കഴിവുള്ളവരുണ്ട്, പക്ഷേ CPM-കാർക്ക് മാത്രമായിട്ട് എല്ലാ പ്രശ്നവും പരിഹരിക്കാൻ പറ്റില്ല. മറ്റുള്ളവരെ അടുപ്പിക്കാതിരിക്കുമ്പോൾ അത്തരം മറ്റ് മേഖലകളിലുള്ളവരുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ എതിരെ രാഷ്ട്രീയം പറയുമ്പോൾ പോലും ആരോഗ്യരംഗത്ത് നല്ല കാര്യം പറയാൻ പറ്റുന്നവരെ മാറ്റി നിർത്തുന്നതിൻ്റെ പ്രശ്നമാണ്. അതൊന്ന്. വിദ്യാഭ്യാസ രംഗത്ത് തന്നെയാണ് പ്രശ്നം. വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ ഈ റിസൾട്ട് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ ഫാക്ടറിയിൽ ഉപയോഗിക്കുന്ന പോലെ ഫാക്ടറിയിൽ നമ്മുടെ റോ മെറ്റീരിയൽസ് ആയിട്ട് കുട്ടികളെ ഉപയോഗിച്ചിട്ട് 10 വർഷം കഴിയുമ്പോൾ 12 വർഷം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്ന ഉൽപ്പന്നങ്ങളായി മാറുന്ന രീതിയിൽ കുട്ടികളെ പാകപ്പെടുത്തി ശരിയല്ല. അല്ലെങ്കിൽ ചിലർ പറയുന്നത് ബ്രോയിലർ കോഴികൾ വളർത്തുന്നതൊക്കെ. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലൊരു പ്രധാന ഭാഗമാണ്, പക്ഷെ ഒരു ഭാഗം മാത്രമേ ആകുന്നുള്ളൂ. അപ്പോൾ അക്കാഡമിക് വിഷയങ്ങൾ മാത്രം പഠിച്ചുകൊണ്ട് ഒരാൾ എല്ലാ കാര്യത്തിലും മെച്ചപ്പെട്ട ആളാകണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഫസ്റ്റ് റാങ്കുകാരായിരിക്കണമല്ലോ ഇന്ത്യ ഭരിക്കുന്നതും, എല്ലാ IAS-കാരും എല്ലാ ഡോക്ടർമാരും, അങ്ങനെയൊന്നുമല്ല. അപ്പോൾ പഠനത്തിൽ മാർക്ക് വാങ്ങുന്നതിനൊപ്പം തന്നെ മറ്റ് കാര്യങ്ങൾ ഇടപെടുകയും ആ രീതിയിലേക്ക് മാറുകയും വേണം. മുമ്പ് രക്ഷകർത്താക്കളും സ്കൂളുകളുമായിരുന്നു കുട്ടികളുടെ ഇത്ര പേർക്ക് ഫസ്റ്റ് കിട്ടി അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് കിട്ടി ഡിസ്റ്റിങ്ഷൻ ഇതിനകത്ത് മത്സരിച്ചിട്ടുണ്ട്. ഇപ്പോൾ സർക്കാരുകൾ മത്സരിക്കണം. കഴിഞ്ഞ വർഷത്തേക്കാൾ 1% കൂടുതൽ വിജയം ഉണ്ടായി എന്നൊക്കെ പറയുന്നൊരു അഭിമാനത്തോടെയാണ്. ഇപ്പം നമ്മൾ ആരെയും തോൽപ്പിക്കണമെന്നല്ല പറയുന്നത്, പക്ഷേ എല്ലാവരും വിജയിച്ച് എല്ലാവരും ഒന്നാമതാണെന്ന് പറയുന്ന ഒരവസ്ഥ ഒരു സമൂഹത്തിൽ പറ്റില്ല. അല്ലെങ്കിൽ പഠിക്കാൻ വരുന്ന കുട്ടിക്ക് ചിലപ്പോൾ പഠിത്തത്തിൽ ഒരു താല്പര്യവും കാണില്ല, ചിലപ്പോൾ അവർക്ക് വേറെ എവിടെയെങ്കിലും ആയിരിക്കും താല്പര്യം. ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കറിന് ഡിഗ്രി കഴിഞ്ഞിട്ട് ക്രിക്കറ്റ് കളിക്കാൻ വിടാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അയാൾ സച്ചിൻ ടെണ്ടുൽക്കർ ആകണമായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് കാണേണ്ടത്. മനുഷ്യർക്ക് വ്യത്യസ്ത മേഖലകളിൽ താല്പര്യം കാണും. ഈ എല്ലാ താല്പര്യങ്ങളെയും പരിപോഷിപ്പിക്കാനുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം വേണം. അപ്പം എൻ്റെ കുട്ടികൾ അവർ പല രാജ്യങ്ങളിൽ പഠിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ഞങ്ങൾ ജനീവയിലാണ്, സ്വിറ്റ്സർലൻഡിൽ. അപ്പോൾ അവിടെ IB കരിക്കുലമാണ്. അപ്പോൾ അവിടെ കുട്ടികൾ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ ചെല്ലായിരുന്ന ഞങ്ങളടുത്ത് ചോദിക്കാറില്ല. പക്ഷെ കുട്ടികൾ സ്പോർട്സിൽ ചെന്നില്ലെങ്കിൽ രക്ഷകർത്താവിൻ്റെ കത്ത് വേണം. അപ്പോൾ ആലോചിച്ചോളൂ, ഒരു കുട്ടിക്ക് സ്പോർട്സിന് ഒഴിവാകാൻ പറ്റില്ല. ഇന്ന സ്പോർട്സ് ഒന്നുമില്ല, അവർക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും കായിക വിനോദത്തിൽ ഏർപ്പെടണം. അപ്പോൾ ഇങ്ങനത്തെ വ്യത്യസ്ത രീതികളുണ്ട്. ഇവിടെ ഞാൻ പഠിക്കുന്ന കാലം തൊട്ട് ഞങ്ങൾ ആലോചിക്കുന്നതാണ്. ഇപ്പോൾ ഒരു വിഷയത്തിൽ വളരെ മോശം ഒരാൾ കാണും, മലയാളം മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടിക്ക് മലയാളം തോക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ വിഷയവും എല്ലാവരും ഒരുപോലെ പഠിക്കണം, ഒരേ ടെക്സ്റ്റ് ബുക്ക്. ഇതൊരു മാറേണ്ട കാര്യമാണ്. IB കരിക്കുലം പോലെ പല കരിക്കുലത്തിലും കണക്ക് ഏറ്റവും എടുക്കാനായിട്ടുള്ള കണക്കിൻ്റെ ഹയസ്റ്റ് ഗ്രേഡ് എടുക്കുക, കുറച്ച് പാടുള്ളവൻ മിഡിൽ മതി. കണക്ക് വളരെ ബുദ്ധിമുട്ടുള്ള അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പഠിച്ചാൽ മതി, പക്ഷേ അതിന് പകരം വേറെ വിഷയത്തിൽ ഹയർ എടുക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ചോയ്സുകൾ. ഇപ്പോൾ ഒരു സ്കൂളിൽ വരുന്ന കുട്ടി എല്ലാ വിഷയത്തിലും ഒരുപോലെ അവന് കാര്യം മനസ്സിലാവുന്ന വാശി പിടിക്കുന്നത് തെറ്റാണ്. അത് കുട്ടികൾക്ക് പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ഈ മോഡറേഷനും മറ്റേ മാർക്ക് ദാനമൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഒരു 99% റിസൾട്ട് ഒപ്പിക്കാൻ നോക്കുന്നത്. ഈ രീതികൾ മാറിയേ പറ്റുള്ളൂ. വിദ്യാഭ്യാസം മനുഷ്യൻ ആവശ്യമാണ്, പക്ഷെ അത് അയാൾക്ക് സമൂഹത്തിന് ഉപയോഗപ്പെടുന്ന രീതിയിലല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് അതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് മാസ്റ്റർ ബിരുദം എടുത്തവരും അല്ലെങ്കിൽ PhD എടുത്തവരും ഒക്കെ അതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കൊച്ചു ജോലികൾ ചെയ്യേണ്ടി വന്നു. ഒരു ജോലിയും ചെറുതല്ല, പക്ഷെ ഞാൻ പറഞ്ഞത് ആ സാങ്കേതിക വിദ്യാഭ്യാസം. ഇപ്പോൾ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആൾക്ക് ഡ്രൈവിങ്ങിനൊപ്പം ഒരു വണ്ടി കേടായാൽ അത്യാവശ്യം നന്നാക്കാൻ അറിയുന്ന രീതിയിലായിരിക്കണം അയാൾ ട്രെയിൻ ചെയ്യപ്പെടേണ്ടത്. നമുക്കിവിടെ അങ്ങനെയല്ല. ഓട്ടോറിക്ഷ ഓടിക്കുന്നതിൽ മാസ്റ്റർ ബിരുദമുള്ളവരുണ്ട്, അവർക്ക് ഇതിൻ്റെ
അവർ ഉപയോഗിക്കുന്ന വണ്ടിയുടെ ഒരു ഭാഗത്തെപ്പറ്റിയും ഒരു അറിവുമില്ല. പല നാടുകളിലും സ്കൂൾ കുട്ടികളെ, ഞാൻ ഉൾപ്പെടെ നേരത്തെ പറഞ്ഞ ഈ IB കരിക്കുലമുള്ള പല നാടുകളിലും കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെ എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശാരിപ്പണി അവർ പഠിപ്പിക്കും, ഒരുപാട് വെൽഡിങ് പഠിപ്പിക്കും. ഇതെല്ലാം കുട്ടികൾ പഠിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ആ സ്കൂളിൽ നിന്ന് ഒരു 12ാം ക്ലാസ് പാസ് ഇറങ്ങുന്നതിന് അത്യാവശ്യം വീട്ടിലൊരു സാധനം ഒരു ഉപകരണത്തിനും മറ്റൊരാളുടെ സഹായം തേടേണ്ടി വരില്ല, കേടായാൽ പോലും. അപ്പോൾ ഇങ്ങനെ വിദ്യാഭ്യാസ രീതി പരിഷ്കരിക്കും. സിലബസ് മാറുന്ന മാത്രമല്ല, പഴയ കവിത മാറ്റി പുതിയ കവിത ഇടുമ്പോഴത്തേക്ക് സിലബസ് മാറുന്ന തിരികെ തെറ്റാണ്. എന്താണ് ഇന്നത്തെ സമൂഹം ആവശ്യപ്പെടുന്നത്, കുട്ടികളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ നാളത്തെ അവർ പൗരന്മാരാകുമ്പോൾ അവരിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുക, ഇതിനുവേണ്ടി തയ്യാറെടുക്ക പറ്റിയ വിദ്യാഭ്യാസമാണോ എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. സിലബസ് മാറ്റമല്ല വിദ്യാഭ്യാസ പരിഷ്കരണം എന്ന് പറയുന്നത്. അപ്പോൾ ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉണ്ടായ പരാജയം, പ്രത്യേകിച്ച് കേരളത്തിലുണ്ടായത്, ഈ രണ്ട് രംഗത്തുമുള്ള വിദഗ്ധരല്ല മന്ത്രിമാരായത്. ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ആരോഗ്യമന്ത്രി എപ്പോഴും ഡോക്ടറാണോ അത് പറയാൻ പറ്റില്ല. പക്ഷേ ആരോഗ്യരംഗത്തെ പറ്റിയൊരു അറിവുള്ള ഒരാൾ, അല്ലെങ്കിൽ ഭരണ നൈപുണ്യമുള്ള ഒരാൾ ആരോഗ്യമന്ത്രി ആയിരിക്കേണ്ട ആവശ്യമുള്ള ഒരു നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ആരോഗ്യം. അതുപോലെ തന്നെ വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം കൂടുതലുള്ള, വിദ്യാഭ്യാസ രംഗത്ത് സമയം ചെലവഴിച്ചിട്ടുള്ള, വിദ്യാഭ്യാസ വിചക്ഷണരെ കണ്ടുപിടിക്കാൻ കഴിയുന്ന ആളായിരിക്കണം വിദ്യാഭ്യാസ മന്ത്രി. അത് രാഷ്ട്രീയ കാരണങ്ങളുണ്ടായിരിക്കും. ഒരുപക്ഷെ മുഖ്യമന്ത്രി ചലഞ്ച് ചെയ്യപ്പെടാതിരിക്കാൻ, അല്ലെങ്കിൽ വെല്ലുവിളിക്കപ്പെടാതിരിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള നിൽക്കുന്നവരെ മാത്രം ആരോഗ്യവും വിദ്യാഭ്യാസമൊക്കെ ഏൽപ്പിച്ചപ്പോൾ മന്ത്രിസഭയ്ക്കും മുഖ്യമന്ത്രിക്കും പ്രശ്നം ഉണ്ടാകില്ലായിരിക്കും. പക്ഷേ ഒരു നാടിൻ്റെ 5 വർഷം നഷ്ടപ്പെട്ടായി ഞാൻ കണക്കാക്കും. അത് ഭാവിയുടെ എത്രയോ വർഷങ്ങൾ നഷ്ടപ്പെടുത്തായിട്ട് എനിക്ക് മനസ്സിലാകുന്നു.